ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വീട്ടിൽ എങ്ങനെ സോപ്പ് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഞാനിപ്പം ഓൺലൈനായിട്ടാണ് ഇത് മേടിച്ചിരിക്കുന്നത്. 1 കിലോ 150 രൂപയ്ക്കാണ്. സോപ്പ് ബേസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എല്ലാ ഓൺലൈൻ ഷോപ്പുകളിലും കിട്ടും. 1 കിലോ 150 രൂപ തൊട്ട് മുകളിലോട്ടാണ് ഇതിൻ്റെ വില. ഞാനിപ്പോൾ ഇവിടെ 2 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് അര കിലോ വെച്ച്, പിന്നെ 1/2 കിലോ ബീട്രൂട്ടും 1/2 കിലോ കറ്റാർ വാഴയും. ഈ 2 രീതിയിലാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് പെർഫ്യൂം, ഗ്ലിസറിന്, വിറ്റാമിൻ ഇ ഗുളിക 2 എണ്ണം. ഇത്രയാണ് നമുക്കിവിടെ ആവശ്യമുള്ള സാധനങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ബീട്രൂട്ട് സത്തിലോട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കും. ഈ ഗ്ലിസറിനും പെർഫ്യൂമും നമ്മൾ സോപ്പ് കടയിൽ പോയാണ് മേടിച്ചത്. അതേപോലെ തന്നെ വിറ്റാമിൻ ഇ ഗുളിക മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിക്കണം. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേരുവകൾ. ഇതേപോലെ നമ്മൾ വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വേറെ ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് സോപ്പ് ബേസ് ഇടുക. ഇട്ട് കൊടുത്ത് അതിങ്ങനെ ഉരുകി വരും. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അന്നേരം പെട്ടെന്ന് ഉരുകി വരുന്നതാണ്. സോപ്പ് ബേസ് നന്നായി ഉരുകിയതിന് ശേഷം ബീട്രൂട്ട് സത്ത് ഒഴിച്ച് ഇതിനകത്തോട്ട് 5 മിനിറ്റ് ഇളക്കി കൊടുക്കുക. 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഗ്ലിസറിൻ 1/2 കുപ്പി, വിറ്റാമിൻ ഇ ഗുളിക 1 എണ്ണം, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ഒഴിച്ച് നന്നായി 10 മിനിറ്റ് ഇളക്കിയതിന് ശേഷം പെർഫ്യൂം ഒഴിച്ച് 1-2 വട്ടം ഇതേപോലെ ഇളക്കിയതിന് ശേഷം ഇറക്കി വെക്കുക. ഇതേപോലെ സോപ്പ് ഒഴിച്ച് വെച്ചതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം എടുക്കുക. എനിക്കിവിടെ ചിലവായത് സോപ്പ് ബേസ് 150 രൂപ, ഗ്ലിസറിൻ 40 രൂപ, വിറ്റാമിൻ ഇ ഗുളിക 10 രൂപ, പെർഫ്യൂം 30 രൂപ. ടോട്ടൽ വന്നിട്ട് 230 രൂപ ആണ് എനിക്ക് ചിലവ് വന്നത്. അതിൽ 1/2 കിലോ വെച്ചാണ് ഇതിൻ്റെ എല്ലാം എടുത്തിരിക്കുന്നത്. പകുതിയാണ് ഇതിൻ്റെ എടുത്തിരിക്കുന്നത്. 115 രൂപയ്ക്ക് 12 സോപ്പാണ് എനിക്കിവിടെ കിട്ടിയത് മൊത്തം. അന്നേരം നമുക്കിത് വൻ ലാഭമാണ്. കറ്റാർ വാഴ അതിൻ്റെ തണ്ട് മുറിച്ചെടുത്തതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിൽ ഇതേപോലെ ഇട്ട് വെച്ചേക്കുക. അന്നേരം അതിൻ്റെ മഞ്ഞ കറ പോയതിന് ശേഷം സോപ്പ് ബേസ് നന്നായി ഉരുകിയതിന് ശേഷം കറ്റാർ വാഴ സത്ത് ഇതിനകത്തോട്ടൊഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ വീഡിയോയിൽ മുമ്പ് പറഞ്ഞ മാതിരി നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യുക.